ഞാൻ ശരിക്കും ഇൻട്രോവേർട്ട് ആണ്. അത് ശരിക്കും പെണ്ണ് കിട്ടിയില്ല കെട്ടിയില്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ പറയാത്ത കല്യാണത്തിന് വേണ്ടി ആദ്യം നിങ്ങൾ ഗിഫ്റ്റ് എന്തെങ്കിലും കൊണ്ടുപോകണം. കേട്ടോ, ഗിഫ്റ്റ് കൊടുത്താൽ നമ്മളെ 2 കഴിഞ്ഞിട്ട് പോലും സ്വീകരിച്ച് കഴിഞ്ഞ പാടെ നമുക്ക് നേരെ വെൽക്കം ഡ്രിങ്ക് കുടിക്കട്ടോ. ഒരാളെ നോക്കുകയാണെങ്കിൽ 5-6 ഗ്ലാസ് ഒക്കെ കുടിക്കണേ. അങ്ങനെ ചോറിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ കുറച്ചേരം കളക്ഷൻ എടുക്കാൻ. കളക്ഷൻ എന്താ നിങ്ങൾ ഉദ്ദേശമല്ല കേട്ടോ. അവിടെ ചോറൊക്കെ തേഞ്ഞങ്ങനെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഏതായാലും കാറ്റുള്ള വേണ്ടി നെക്സ്റ്റ് നോക്കണ്ട. അവിടെ പോകാൻ ഫോട്ടോ തന്നെ എടുക്കണല്ലോ. മാണിക്കല്ലാളെ ഇങ്ങള് ഞങ്ങളെ പെങ്ങളും മക്കളും തിങ്ങി വിളങ്ങി ഒരുങ്ങണ മംഗളം. തൊട്ടപ്പുറത്തേക്ക് ഇവിടെ അൻസബ് ഉണ്ട്. അൻസബ് തൊള്ളർന്ന് എന്തെങ്കിലുമൊക്കെ പറയും. പെണ്ണ് കിട്ടിയില്ല കെട്ടിയില്ലേ. അങ്ങനെ അൻസബിന്റെ വാക്കും കേട്ട് ഞങ്ങൾ രാത്രി ജിമ്മിന് പോയി നമ്മൾ ഫുള്ള് കള്ളിത്തുണി വൈബാടി. ഏതാ വൈബ്? നാട വൈബാണ്. എനിക്ക് പച്ച ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള പാന്റ് ഷർട്ട് ഇട്ടാ മാഷിനെ കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഇതാണ് എന്റെ ജിമ്മിൽ പുതിയ ജോയിൻ ചെയ്ത പൂക്കി. അടുത്ത മാനം കാണിച്ചു. ഇപ്പം പറഞ്ഞു ഷാഹിദാന്റെ ഫോളോ ചെയ്തു. വിന്റെ ഫോൺ അടിച്ചപ്പോ പിന്നെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ ഉടായിപ്പാട്ടാ. കുറച്ച് കഴിയുമ്പോൾ അജ്മലിന്റെ ഫോണിക്ക് ദുൽഖർ സൽമാൻ വിളിച്ചു. ഇക്കാ ചായ കുടിച്ച ഇക്കാ എന്തെങ്കിലും ചോദിച്ചേക്ക. വളരെ കഷ്ടപ്പെട്ട് മുക്കണ ഒരാളെയും കൂടി കാണിച്ചു തരാം. ഞാൻ രാത്രി കോട്ടയ്ക്ക് ബസ് സ്റ്റാൻഡിൽ പോയപ്പോ അവിടെ മറ്റേ ചെക്കന്മാരൊക്കെ സ്കേറ്റിംഗ് ബോട്ടിലുണ്ട്. അത് കണ്ടപ്പോ അജ്മലിന്റെ വലിയ പുതിയ എനിക്കും ചെറിയൊരു ആഗ്രഹം കയറുന്നത്. പക്ഷെ അത് നടക്കാതെ ഞാൻ കുത്തിർന്ന് നീങ്ങൽ തുടങ്ങി. ഈ അന്തല്ലാതെ ഷാഹിദ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം. പൊന്നാര ഷാഹിദ് എനിക്ക് വയസ്സ് 22 കുട്ടികളി മാറ്റിയതെങ്കിലും പറഞ്ഞോടെ നിങ്ങൾക്ക്. അങ്ങനെ ഏതായാലും കലാപരിപാടി കാണും. ഇന്റെ ജിമ്മിലെ ഏറ്റവും വലിയ ഇന്റർവെട്ടിനെ കൊണ്ട് ഔട്ടർ പറയിപ്പിക്കുന്നതാണ്. നിങ്ങൾ വേണമെന്ന് കണ്ടോളി. ഞാൻ ശരിക്കും ഇൻട്രോവേർട്ട് ആണ്. അത് ശരിക്കും അപ്പൊ ഓക്കെ എന്നാ ബൈ. എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.